മുർഷി സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് ആയില്ല. കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ ഫുൾ എമൗണ്ട് കിട്ടിയില്ല. അപ്പം ഞാൻ എംപ്ലോയറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു TDS കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ. എന്താ ഈ TDS എന്ന് പറഞ്ഞാൽ? TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ചില പേയ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൈൻ എമൗണ്ട് അതിന് ഡിഡക്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കും ഇൻകം ടാക്സിന്റെ പോർട്ടൽ ത്രൂ. അതാണ് ഈ TDS എന്ന് പറയുന്നത്. അപ്പം എല്ലാ സാലറിഡ് എംപ്ലോയിക്കും TDS ഉണ്ടോ? അത് നമ്മൾ ആദ്യം അവർക്ക് TDS വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് അവരുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് എത്ര ടാക്സ് ലാബിലിറ്റി വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് TDS ഡിഡക്ട് ചെയ്യണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കാം. അപ്പം എനിക്കൊരു ഡൗട്ട്, എനിക്ക് ശരിക്കും ഇത് നഷ്ടമല്ലേ എൻ്റെ സാലറിയിൽ നിന്ന് ഇത്ര എമൗണ്ട് കട്ട് ചെയ്യുമ്പോൾ? അപ്പം ഇത് റീഫണ്ട് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതിന് നമ്മൾ എംപ്ലോയർ ആദ്യം TDS റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണും ഫയൽ ചെയ്യണം. നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഇൻകം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് എത്ര ടാക്സ് ലാബിലിറ്റി ഉണ്ട് അതിൻ്റെ ബേസിസിലാണ് നമുക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ സാലറിക്ക് മാത്രമാണോ TDSൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്? ഈ TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം അതിൽ നമ്മൾ ചില പേയ്മെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സെർട്ടൈൻ ലിമിറ്റ്സും പറയുന്നുണ്ട്. ഇത്ര എമൗണ്ട് കൂടുതൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ TDS ഡിഡക്ട് ചെയ്യണം. അതുപോലെ സ്പെസിഫിക് റേറ്റും ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അപ്പം ഏതൊക്കെ പേയ്മെൻറ്റ്സാണ് TDSൻ്റെ അണ്ടറിൽ വരുന്നത്? ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ റെന്റ് പേയ്മെന്റ്, പിന്നെ എന്തെങ്കിലും വർക്ക് കോൺട്രാക്റ്റിന്റെ പേയ്മെന്റ്, പിന്നെ കമ്മീഷൻ, പ്രൊഫഷണൽ ഫീ. അപ്പോൾ ഇതിനൊക്കെ ഒരു സെർട്ടൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് TDS ആപ്ലിക്കബിൾ ആവും. അതുപോലെ സ്പെസിഫിക് റേറ്റും ആയിരിക്കും അതിന്. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പം ഞാൻ എംപ്ലോയർ ആണ്. അപ്പം ഞാൻ എംപ്ലോയർ ആകുമ്പോൾ ഞാൻ TDS ഡിഡക്റ്റ് ചെയ്യും. അപ്പം എന്താ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ? എംപ്ലോയർ ഇനി TDS പേ ചെയ്യണം ഗവൺമെന്റിലേക്ക്. അതായത് ഇപ്പം ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് 7th അത് അടയ്ക്കണം. അതായത് ഞാൻ ജാനുവരിയിൽ ഡിഡക്റ്റ് ചെയ്താൽ ഫെബ്രുവരി 7th TDS അടയ്ക്കണം. പിന്നെ ഈ മാർച്ച് മന്തിൻ്റെ ആകുമ്പോൾ ഡ്യൂ ഡേറ്റ് വരുന്നത് 30th ഏപ്രിലാണ്. അതായത് കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പം ഞാനിപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോഴാണെങ്കിൽ ഇൻട്രസ്റ്റ് വരും. അതായത് ഒരു 1.5% പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത് എന്നാണ് പറയുന്നത്. ഈ TDS എമൗണ്ടിന്റെ മേലെ അത്രയും ശതമാനം ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പം ഞാൻ TDS കട്ട് ചെയ്ത് TDS കറക്റ്റ് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഒരു എംപ്ലോയർ ആണെന്ന് വിചാരിക്കും. അപ്പം അതോടെ കഴിഞ്ഞ ഒരു എംപ്ലോയർ പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഇല്ല, ഇനി എംപ്ലോയർ TDS റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ റിട്ടേൺ ഫയലിങ്ങിന്റെ പറയുകയാണെങ്കിൽ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയലിംഗ് വരുന്നത്. ഓരോ ക്വാർട്ടർ എൻഡ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് മന്ത് എൻഡാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എംപ്ലോയർ TDS റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഈ ലാസ്റ്റ് ക്വാർട്ടർ, അതായത് ഈ 4th ക്വാർട്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് 31st May ആണ്. അപ്പോൾ നമ്മൾ TDS പേയ്മെൻറ്റിന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടൈം കിട്ടും ഈ ലാസ്റ്റ് ക്വാർട്ടറിന് ഫയൽ ചെയ്യാൻ. അപ്പം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ലേറ്റ് ഫീ വരും. അപ്പോൾ 200 per day വെച്ചിട്ടാണ് ലേറ്റ് ഫീ വരാം. അപ്പോൾ 200 per day എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അത്രയും ദിവസം ഈ ലേറ്റ് ഫീ വരും. കാൽക്കുലേറ്റ് ചെയ്യും. അതെ. ശരി.